നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. സോ memory unit. What is the function of memory unit? Yeah, it is used to store, program and data. Okay, that is memory unit. We can classify, we can categorize this memory unit into two categories. One is called primary storage, or we will call primary memory, and the second one is secondary storage or secondary memory. Okay, what is primary memory and secondary memory? Okay, these two memories are used for storing data and instructions. Data instructions and storing, and then we will use these two memory, these two storage units, but both of them are different. എന്താണ് അതിലെ വ്യത്യാസം നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് ഓർ പ്രൈമറി മെമ്മറി. What are the functions of primary memory? Primary memory is a memory which is used to store the data which is being currently executed, and also it is used for temporary storage of data. Why? എന്തുകൊണ്ടാണ് ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയാൻ കാരണം? Because the data is lost when the computer is switch off. Like computer switch off, the data will lose, volatile memory. Okay, so that is primary storage unit or our primary memory. Primary memory എന്ന് പറയുന്നത് നമ്മുടെ currently execute ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് അവർ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, റാം എന്ന് പറയുന്ന മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി കേട്ടിട്ടില്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ്, അതൊരു പ്രൈമറി, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി മെമ്മറി. റാം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി മെമ്മറി. ആൻഡ് വൈ ഇറ്റ് ഈസ് വോളറ്റൈൽ? എന്തുകൊണ്ടാണ് അത് വോളറ്റൈൽ എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് വിൽ ലൂസ് ദ ഡാറ്റ വെൻ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച് ഓഫ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഡാറ്റ വിൽ ലൂസ്. വി കനോട്ട് റിട്രീവ് ദ ഡാറ്റ. അല്ലെ, ഡാറ്റ പവർ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡാറ്റാസ് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നമ്മൾ പറയുന്നത് പ്രൈമറി മെമ്മറി, അല്ലെ വോളറ്റൈൽ ഇൻ നേച്ചർ എന്നൊക്കെ പറയുന്നു. ഓക്കെ, എക്സാമ്പിൾ ആണ് നമ്മുടെ റാം എന്ന് പറയുന്നത്. എന്റെ നെക്സ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെമ്മറി വിച്ച് ഇസ് യൂസ്ഡ് ടു ഹോൾഡ് ഓർ സ്റ്റോർ ദ ഡാറ്റ പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ആണ് അവർ ഹാർഡ് ഡിസ്ക്, CD, okay, floppy disk. These are all secondary memory. Okay, then compared to primary memory, എന്തൊക്കെയാണ് നമുക്ക് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ആർ ഓൾ ദ ഡിഫറൻസ് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി? ഫസ്റ്റ് വൺ വി ക്യാൻ സീ ദാറ്റ് പ്രൈമറി മെമ്മറി ഈസ് ഫോർ സ്റ്റോറിങ് ടെമ്പററി ഡാറ്റാസ്. അല്ലെ, പ്രൈമറി മെമ്മറി ടെമ്പററി ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡറി മെമ്മറിയുടെ കേസിലാണെങ്കിൽ വി വിൽ യൂസ് എന്താണ്? ഫോർ പെർമനന്റ് സ്റ്റോറേജ്. പെർമനന്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ആൻഡ് വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നിങ്ങൾക്കറിയോ വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്? സ്പീഡ്. ശരിയാണ്. ആരാണ് പറഞ്ഞത്? പറഞ്ഞോളൂ. പ്രൈമറി വേഗം സ്പീഡ് കൂടുതലാണ്. Primary memory is faster and secondary memory compared to primary memory it is slower. Correct answer. Storage capacity primary memory യുടെ കേസിലാണെങ്കിൽ compared to secondary memory കുറവായിരിക്കും അല്ലേ? Okay, then closer to processor. Primary memory is closer to processor. ശരിയാണ്. Then ഞാനൊരു സംശയം അങ്ങോട്ട് ചോദിക്കട്ടെ. വൈ പ്രൈമറി മെമ്മറി ഈസ് വെരി ഫാസ്റ്റ് കമ്പയർഡ് ടു സെക്കൻഡറി മെമ്മറി? നിങ്ങൾ ആൻസർ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ആൻസറെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കാൻ വേണ്ടി. അത് മറ്റേ പ്രൊസസ്സറിനോട് അടുത്തായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള
സ്റ്റോറേജ് ലൊക്കേഷൻ ഏതായിരിക്കും? ക്യാഷ്. രജിസ്റ്ററോ ക്യാഷോ? യെസ്. അതാരാ പറഞ്ഞത്? സെൽവിൻ അല്ലേ? ആരാണ്? സെവിൻ കറക്റ്റ് ആണ്. രജിസ്റ്റേഴ്സ് അല്ലേ? ബിക്കോസ് വിച്ച് ഈസ് ക്ലോസർ ടു ദ പ്രോസസ്സേഴ്സ് അല്ലേ? വളരെ ക്ലോസർ ആയതുകൊണ്ടാണ്. അപ്പൊ അത് ക്ലോസർ ആവുന്നതിനനുസരിച്ച് അത് ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ശരിയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പ്രൈമറി മെമ്മറി ഈസ് ഫാസ്റ്റ്, വിച്ച് ഈസ് ക്ലോസർ, ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ആണ്. Okay, but here in the case of secondary memory, we can store the data permanent ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ് അതുകൂടാതെ കമ്പയർഡ് ടു പ്രൈമറി മെമ്മറി എന്താണ്? സ്ലോവർ ആണ്. നമ്മുടെ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ സ്ലോവർ. ഇനി നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ ഈ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഈച്ച് ഇൻസ്ട്രക്ഷൻസ് ആർ stored in a computer in a separate location. Okay, and ഓരോരോ ഈ ലൊക്കേഷനും ഇറ്റ് ഈസ് സ്പെസിഫൈഡ് വിത്ത് എ അഡ്രസ്. ഓക്കെ, ഓരോരോ സെപ്പറേറ്റ് ലൊക്കേഷനും സെപ്പറേറ്റ് അഡ്രസ് ഉണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ അഡ്രസ്. ആ അഡ്രസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഈ ഇൻഫർമേഷൻസിന് പ്രോസസ്സറിലോട്ട് ഫെച്ച് ചെയ്യുക, ആക്സസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ whenever you are going to store an information or whatever data, എന്തായാലും if you are going to store, then ഓരോരോ ലൊക്കേഷൻസിലായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുക. നിങ്ങളുടെ മെമ്മറിയിൽ ഓരോരോ പെർട്ടിക്കുലർ ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ ആ ഈച്ച് ലൊക്കേഷൻസിന് എന്തുണ്ടാവും? ഈച്ച് ലൊക്കേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് there is an address. ഓക്കെ, സോ ആ അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇറ്റ് വിൽ ആക്സസ് ദ ഇൻഫർമേഷൻസ്. ഓക്കെ, അതിലുള്ള മെമ്മറി ആക്സസ് ചെയ്യുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് there is an address അല്ലേ? അപ്പം ഓരോരോ പേഴ്സൺസിനും സെപ്പറേറ്റ് ഇപ്പൊ ഓരോരോ ലൊക്കേഷൻസ് അല്ലെ? ആ ലൊക്കേഷൻസിൽ ഹൗസ് എന്നൊക്കെ അഡ്രസ് ഉണ്ടാകും. അപ്പൊ ആ അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ എളുപ്പത്തിൽ ആ ലൊക്കേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ മെമ്മറിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ഈച്ച് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻസിന് എന്തുണ്ടാവും? സെപ്പറേറ്റ് അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് ആണ് നമ്മുടെ പ്രോസസ്സേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ അഡ്രസ്സിലുള്ള ലൊക്കേഷൻസ് ആയിരിക്കും സ്റ്റോറേജിന് വേണ്ടിയിട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെമ്മറി യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസുകൾ പറഞ്ഞത്. CPU is used for performing all the operations, all the necessary operations. Okay, it consists of two units, arithmetic and logic unit, and control unit. Here arithmetic and logic unit is used to perform all the arithmetic and logical operation, and all these operations are controlled by control logic or control unit, and that is all about the CPU. And one portion is the register, which is used to hold the value temporary ആയിട്ട് values hold ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ നമ്മുടെ arithmetic and logical operations ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് values temporary ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി we will use some registers, and these are the other components. One is input device, which is used to provide input to our computer, and another one is output device. So what is output device? It is used to എന്താണ് ഇൻഫർമേഷൻ നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, and the last one is memory unit. Memory unit is used to store data and instruction. We can classify that memory unit into two categories. First one is primary storage, and another one is secondary storage. Okay, primary storage is used for storing temporary data. Secondary storage devices are used to store permanent data. Okay, next, ഇതൊക്കെ സെപ്പറേറ്റ് കോമ്പോണൻസ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലേ? ഇനി എങ്ങനെയാണ് ഹൗ ദീസ് കോമ്പോണൻസ് ആർ കണക്റ്റഡ്, എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ മെമ്മറി യൂണിറ്റ് ഇവിടെ ഉണ്ട്. ഹിയർ ഈസ് CPU is there. Okay, from memory unit you had to fetch the data and you had to provide this information to the CPU. Then only CPU can perform the operation, isn't it? സോ ആദ്യം മെമ്മറി യൂണിറ്റിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യണം, രജിസ്റ്ററിൽ കൊടുക്കണ്ടേ? രജിസ്റ്ററിൽ നിന്ന് നമ്മൾ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് കൊടുക്കണ്ടേ? അപ്പൊ ഈ രണ്ട് യൂണിറ്റും തമ്മിലൊരു കണക്ഷൻ വേണ്ടേ? ഹിയർ ഓൾസോ ഇൻപുട്ട് ഡിവൈസസ് അത് ഇൻപുട്ട് ഡിവൈസസും നമ്മുടെ CPU തമ്മിലുള്ള കണക്ഷൻസ് വേണ്ടേ അല്ലെ? ഔട്ട്പുട്ട് ഡിവൈസസ് അതും CPU തമ്മിലുള്ള കണക്ഷൻസ് വേണ്ടേ? ഓക്കെ, അങ്ങനെ ഈ ഡിഫറൻസ് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് കണക്ഷൻസ് വേണം
അല്ലെ? അതിനു വേണ്ടിയിട്ട് വി വിൽ യൂസ് ബസ്സസ്. കേട്ടിട്ടുണ്ടോ ബസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബസ്സസ്, ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമലി കേൾക്കുന്ന ബസ് എന്താണ്? കേട്ടിട്ടുണ്ട്, ശരിയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടത്? പെരിഫറൽ ഡിവൈസ് ആയിട്ട് കണക്ട് ആക്കാം. പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്ട് ആക്കാൻ മാത്രമല്ല, പെരിഫറൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ആയിപ്പോയില്ലേ, ഇന്റേണലി ഉള്ള തന്നെ ബസ്സുകൾ കണ്ടിട്ടില്ലേ? ആ പറഞ്ഞോളൂ. വേറെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സാധാരണ നമ്മുടെ ബസ്സിന്റെ ഫംഗ്ഷൻ എന്താ? നോർമൽ ബസ്, നോർമൽ ബസ് ഇല്ലേ, കേട്ടിട്ടില്ലേ നിങ്ങൾ? ബസ് ട്രാവൽ ചെയ്യാൻ. എന്താണ് ട്രാവലിങ്ങിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? സപ്പോസ് നിങ്ങൾക്കൊരു ബസ് കയറണം, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ആ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഫ്രം യുവർ ഹോം ടു കണ്ണൂർ ടൗണിലേക്ക് പോകണം. ഓക്കെ, പറഞ്ഞോളൂ. എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുക? ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുക്കും. കുറച്ച് ടൈം ട്രാവൽ ചെയ്യും. ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഇറങ്ങും അല്ലെ? ബസ്സിൽ നിങ്ങൾ ആദ്യം ലൊക്കേഷൻ, നിങ്ങൾ ബസ്സിൽ കയറും. എന്നിട്ട് എന്ത് പറയും? ദിസ് ഈസ് ദ അഡ്രസ്, നിങ്ങളുടെ അഡ്രസ് ഇതാണ്, ആ അഡ്രസ്സിലോട്ടാണ് എന്നെ എത്തിക്കേണ്ടതെന്ന് കണ്ടക്ടറോട് പറയും അല്ലേ? അപ്പൊ കണ്ടക്ടർ അവിടെ ഇരുന്നോളൂ എന്ന് പറയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ് ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും. അതല്ലേ നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വൺ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് another particular location that you specify, നിങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലോട്ട് നിങ്ങളുടെ അവിടെ എത്തിക്കും. സോ ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ? ആക്ച്വലി ഹിയർ ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് ഇന്റേണൽ കണക്ഷൻ that buses are used to send signals, control signals and data between the processors and other components. Okay, നമ്മുടെ പ്രോസസ്സേഴ്സും അതുപോലെ തന്നെ അതർ കോമ്പോണൻസുകൾ. ഹിയർ ദിസ് വൺ, ദിസ് ഈസ് അവർ പ്രോസസ്സേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ്സർ. അപ്പൊ ഈ പ്രോസസ്സറും other components, our input output device ആവാം, or memory device ആകാം, whatever it is. Okay, അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് we will use buses. ബസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ബസ് കൂടെ മെയിൻ ആയിട്ട് നമുക്ക് ബസ്സിന് നമുക്ക് 3 sections കിട്ടുന്നുണ്ട്. 3 types of buses are there. Okay, for our communication purpose. Okay, 3 buses are there. One is called address bus, and next one is data bus, and the last one is control bus. Okay, these are the 3 buses. Address bus is there, data bus is there, control bus is there. So what is the duty of address bus? In the address bus in the duty, address bus carries memory address from the processor to other components. Okay, അതായത് this is our processor, processor-ൽ നിന്ന് മെമ്മറി അഡ്രസ് മറ്റുള്ള കോമ്പോണൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് we will use address bus. Okay, മെമ്മറിയുടെ അഡ്രസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു. എന്താണ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൊക്കേഷൻസ് അല്ലെ? നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണ് വേർ അവർ ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ? നമ്മുടെ ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും എവിടെയാണോ ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് അല്ലെ? സോ അഡ്രസ് ബസ് ഈസ് യൂസ്ഡ് ടു carry these memory address from the processor to other components. Okay, that is the duty of an address bus. Okay, and here the address bus is unidirectional. What is unidirectional? Unidirectional means nothing but only one direction. ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡാറ്റ ഫ്ലോ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ളൂ. ഓൺലി വൺ ഡയറക്ഷൻ. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ യൂണിഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്രസ് ബസ് എന്ന് പറയുന്നത് അഡ്രസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫ്രം പ്രോസസർ ടു അതർ കോമ്പോണൻറ്റ്സ്, ആൻഡ് ഇറ്റ് ഈസ് യൂണിഡയറക്ഷണൽ. Then next one is data bus. What is data bus? Data bus, it is also a high-speed internal connection. Here, the data bus carries the data between the processor and other components. Data between the processor and other components. So that is data bus.
അഡ്രസ് ബസ് കൂടെ എന്താണ് മൂവ് ചെയ്യുന്നത്? അഡ്രസ് ആണ്. ദെൻ ഡാറ്റ ബസ് കൂടെ എന്താണ് മൂവ് ചെയ്യുന്നത്? ഡാറ്റയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് carries the data between the processor and other components. The data bus is bidirectional in nature. It is bidirectional. Bidirectional means it can send data and also it can receive. Okay. അതായത് സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷനും അത് കൂടെ പാസ് ചെയ്യും, റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷനും പാസ് ചെയ്യും. രണ്ട് ഡയറക്ഷനിലോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് ബൈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ ബസ് ആയി. Then one more bus is there, that is control bus. Control bus is a bus which is used to carry control signal from the processor to other components. Okay, നമ്മുടെ control signal എന്ന് പറയുന്ന ആരാ ജനറേറ്റ് ചെയ്യുമായിരിക്കും? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ് ഫ്രം പ്രോസസ്സർ ടു അതർ കോമ്പോണൻസ്. മറ്റുള്ള കോമ്പോണൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വി വിൽ യൂസ് കൺട്രോൾ ബസ്. ഓക്കെ, ഹിയർ കൺട്രോൾ ബസ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂണിഡയറക്ഷണൽ. ബട്ട് സം കേസ് ഇറ്റ് വിൽ പെർഫോം, സം ആർക്കിടെക്ചറിലൊക്കെ നമ്മൾ അത് ബൈ ഡയറക്ഷൻ നേച്ചർ ആയിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഐഡിയയിൽ നിങ്ങളിത് യൂണിഡയറക്ഷൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ കൺട്രോൾ ബസ് ഈസ് യൂണിഡയറക്ഷണൽ ഇൻ നേച്ചർ. ഓക്കെ, ആക്ച്വലി കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് carries കൺട്രോൾ സിഗ്നൽ. കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എന്താണ്? ക്ലോക്ക് പൾസസ് ആണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ ആർക്കിടെക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ബസ്സസ്. ഓക്കെ, അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, ബസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് ഇന്റേണൽ കണക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് സിഗ്നൽസ്. Like data ആവാം, അഡ്രസ് ആവാം, കൺട്രോൾ സിഗ്നൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സിഗ്നൽസ് ഫ്രം ദ പ്രോസസർ ടു അതർ കോമ്പോണൻസ് ഇൻ ദ കമ്പ്യൂട്ടർ. ഓക്കെ, 3 categories are the address bus, data bus and control bus. Address bus is a bus which is used to carry address information from the processors to other components of the computer. Okay, and it is unidirectional action. And data bus means which is used to carry the data between the processors and other components. And also the data bus is bidirectional. Okay, and control bus എന്ന് പറയുന്നത് എന്തായിരുന്നു? it will carry control signal from processor to other components. ഓക്കെ, അപ്പൊ ഇതാണ് ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഹാർഡ്വെയർ കോമ്പോണൻസുകൾ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കേസുകൾ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം ഈ ആർക്കിടെക്ചർ വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ സപ്പോസ് എനിക്കൊരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം, 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. ഓക്കെ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഇനീഷ്യലി ഇറ്റ് വിൽ ബി ഇൻ ദ, അതിന് 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ റൈറ്റ് എ പ്രോഗ്രാം. പ്ലസ് നിങ്ങൾ പ്രോഗ്രാം ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ പ്രോഗ്രാം റൈറ്റ് ചെയ്യും ഫോർ ആഡിങ് 2 numbers. Okay, so that program എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു? നമ്മൾ we will store those program. ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നേരെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യും അല്ലെ, മെമ്മറിയിൽ. അപ്പോൾ ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ആ മെമ്മറി കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ലൊക്കേഷൻ ഹാസ് ആൻ അഡ്രസ്, ഒരു അഡ്രസ്സും ഉണ്ടാവും അല്ലെ, ഒരു അഡ്രസ്സും ഉണ്ടാവും. ആ മെമ്മറിയിൽ ആ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും അല്ലെ. ആ മെമ്മറിയുടെ ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെ സോറി, ആ മെമ്മറിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിനൊരു പെർട്ടിക്കുലർ അഡ്രസ് ഉണ്ടാവും. ഓക്കെ, അതവിടെ സ്റ്റോർ ചെയ്യും. ദെൻ അത് നമ്മുടെ പ്രോഗ്രാമിൽ പ്രോസസ്സറിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? അത് പ്രോസസ്സറിലോട്ട് ലോഡ് ചെയ്യണം അല്ലെ. പ്രോസസ്സറിലോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പെർഫോം ദ ഓപ്പറേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോസസ്സർ അതിന്റെ അഡ്രസ് ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുക. അതായത് ആ അഡ്രസ്സിലാണ് ആക്ച്വലി എന്തുള്ളത്? അവർ ഇൻഫർമേഷൻ ഈ സ്റ്റോർ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രോസസ്സർ ഫസ്റ്റ് തന്നെ ആ ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സറിലോട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ അഡ്രസ്. അപ്പൊ അഡ്രസ് ആണ് മെമ്മറിയിലോട്ട് കൊടുക്കുക. അത് ഏത് വഴിയായിരിക്കും കൊടുക്കുക? ബൈ യൂസിങ് ദിസ് അഡ്രസ് ബസ് അല്ലെ. അഡ്രസ് ബസ് കൂടെ പ്രോസസ്സർ അഡ്രസ് മെമ്മറിയിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ലൊക്കേഷൻ അത് സ്പെസിഫൈ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും?
ഡാറ്റാ ബസ് ആ ഇൻസ്ട്രക്ഷൻസിന് നമ്മുടെ മെമ്മറിയിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആരാ കൊടുക്കുക? അതായത് ഇറ്റ് ഹാസ് ടു ഫെച്ച് ദ ഡാറ്റ ഫ്രം ദ മെമ്മറി ടു അവർ പ്രോസസ്സർ. നമ്മുടെ പ്രോസസ്സറിലോട്ട് കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആരാ കൊടുക്കുക? ദാറ്റ് ഈസ് ഗിവൺ ബൈ അവർ കൺട്രോൾ ബസ്. ഓക്കെ, സോ ആ കൺട്രോൾ ബസ് ആണ് ആ കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബസ്സിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും കൺട്രോൾ ബസ്സും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ബേസിക് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് പഠിച്ചത് അല്ലെ. മെമ്മറി യൂണിറ്റ്, CPU, നിങ്ങൾ ഓൾറെഡി ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു മാത്രം അല്ലേ. CPU is there, memory unit is there, primary, secondary, input output device, all the connections are with the bus. 3 categories of bus. ഇനി കമ്പ്യൂട്ടറിന്റെ കേസിൽ there are different kinds of architectures. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ്. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് അവർ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഒരു സയന്റിസ്റ്റ് നെയിമാണ്, അദ്ദേഹമാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ആർക്കിടെക്ചർ, ഈ കാണുന്ന ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ഹിയർ എവറിത്തിങ് ഈസ് ദർ, ഓൾ ദ കോമ്പോണൻസ് ആർ ദർ, ബട്ട് അറേഞ്ച്മെന്റ് സംവാട്ട് ഡിഫറെന്റ് അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ കോമ്പോണൻസുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിയർ one central processing unit is there. Okay, CPU is there. Inside that control unit is there. Arithmetic and logic unit, output device are, input device are, and memory unit. Everything is there. But in ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. Okay, here in വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, ഹിയർ മെമ്മറി യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ബോത്ത് ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഇൻസ്ട്രക്ഷൻസും വേണം ഡാറ്റയും വേണം അല്ലെ. ദീസ് ബോത്ത് ഡാറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി. ഒരേ മെമ്മറിയിലായിരിക്കും എന്ത് ചെയ്യുക, വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ കേസിൽ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്തു. അതാണ് ഇവിടെ പഠിക്കുന്നത്. സെയിം മെമ്മറി ആൻഡ് bus are used to store both data and instructions. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മെമ്മറിയാണ്, നമ്മൾ സെയിം മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത. ആൻഡ് ഓൾസോ സെയിം ബസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദീസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും മെമ്മറിയിൽ നിന്ന് പ്രൊസസ്സറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് we will use same bus. ഒരേ ബസ് തന്നെയാണ് യൂസ് ചെയ്യുക. മെമ്മറി ഇൻസ്ട്രക്ഷൻസിനും ഒരേ ബസ്സാണ് യൂസ് ചെയ്യുക. സെയിം ടൈം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതേ ബസ്സാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത. ഓക്കെ, ഓൾ അതർ കോമ്പോണൻസ് സെയിം തന്നെ, പ്രോസസ്സിങ്ങും ഫങ്ഷൻസും ഒക്കെ സെയിം തന്നെ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് യൂസ് ദ സെയിം മെമ്മറി അല്ലെ. മെമ്മറി ആൻഡ് ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ. സെയിം മെമ്മറി ആൻഡ് ബസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ബോത്ത് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്യാൻ ഒരേ ഒരു മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, യു ക്യാൻ നോട്ട് ആക്സസ് പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി സൈമൾട്ടേനിയസ്ലി ബിക്കോസ് both the data and the programs are stored in the same memory and we are using the same bus for fetching these instructions and the data, so we cannot access it in a simultaneously ആയിട്ട് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഒരേ ബസ്സാണ്, ഒരു സിംഗിൾ ബസ്സാണ് ഇവിടെ, സിംഗിൾ ബസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ we cannot access this data and instruction simultaneously because സിംഗിൾ ബസ് ഈസ് സെയിം ബസ്സാണ് നമ്മൾ ഡാറ്റക്കും ഇൻസ്ട്രക്ഷൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കൂടെ രണ്ടും ഒരുമിച്ച് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, അതുകൊണ്ട് തന്നെ വി വിൽ കോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഈസ് സസെപ്റ്റബിൾ ടു ബോട്ടിൽ നെക്ക്. ബോട്ടിൽ നെക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ബോട്ടിൽ നെക്ക് പ്രോബ്ലം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ബോട്ടിൽ നെക്ക് പ്രോബ്ലം കേട്ടിട്ടുണ്ടോ? ബോട്ടിൽ നെക്ക് പ്രോബ്ലം എന്നാ പറഞ്ഞോളൂ, എന്താണ് കേട്ടത്? എന്താണ് ബോട്ടിൽ നെക്ക് പ്രോബ്ലം? പറഞ്ഞോളൂ, അറിയുന്നത് പറഞ്ഞോളൂ.
നെക്ക് ടൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക, അപ്പൊ ശരിയാണ്. അങ്ങോട്ടൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ കേരി ഒന്ന് വരാൻ മാത്രം ഒരു ഇതായോണ്ട് ശരിയാണ്, ഉത്തരം ശരിയാണ്. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് പറഞ്ഞു തരാം, നമ്മുടെ ഈ ആർക്കിടെക്ചറിന്റെ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സെയിം ബസ്സിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ബോട്ടിൽ നെക്ക് പ്രോബ്ലം ഉണ്ടാവും. ഡാറ്റയും ഇൻസ്ട്രക്ഷനും സെയിം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ബോട്ടിൽ നെക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു തരുന്നു. ഉത്തരം ശരിയാണ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പറഞ്ഞു തരുമോ? അഭിനവല്ലേ പറഞ്ഞത്? ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സർ, ഡാറ്റയും ഇൻസ്ട്രക്ഷനും വേറെ ബസ്സിലല്ലേ പോകേണ്ടത്? ശരിക്കും ഒറ്റക്കൊറ്റക്കുള്ള ബസ്സിലല്ലേ പോകേണ്ടത്? പക്ഷെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് പറഞ്ഞത്. ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഡാറ്റയും ഇൻസ്ട്രക്ഷനും സെപ്പറേറ്റ് ആണ് പോയി കഴിഞ്ഞത്. ഇതിപ്പോ ഒരുമിച്ച് പോകുമ്പോഴെന്താണ് കൊളീഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് എനിക്ക് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നുണ്ടോ? ബോട്ടിൽ നെക്ക് അതാണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. ഇതൊരു ആൻസർ ആണ്, ഇതൊരു കറക്റ്റ് ആൻസർ. കാരണം ബോത്ത് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി അല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൊളീഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ആൻസർ ആണ്. ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ സിംഗിൾ ബസ്സാണ് ഡാറ്റയ്ക്ക് ഇൻസ്ട്രക്ഷൻസിനും ഉണ്ടാവാറ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഇൻഫർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ബസ് കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ കൺജഷൻ വരും അല്ലേ? കൺജഷൻ വരില്ലേ? അപ്പോൾ ഇൻഫർമേഷൻസിന്റെ ഫ്ലോ സ്ലോ ആവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബോട്ടിൽ നെക്ക്. അപ്പൊ ഓർത്ത് വെച്ചാൽ മതി ബോട്ടിൽ നെക്ക് പ്രോബ്ലം എന്താണെന്ന്. അതായത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ കറക്റ്റ് ആണ്. ബോട്ടിൽ നെക്ക് പ്രോബ്ലത്തില് പ്രോബ്ലം ചാൻസ് ഉണ്ട് അല്ലെ? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഈസ് സസെപ്റ്റബിൾ ടു ബോട്ടിൽ നെക്ക്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് നേരത്തെ പറഞ്ഞത്. എന്താ? both data and instructions are stored in the same memory locations അല്ലേ? അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ കുട്ടി പറഞ്ഞതുപോലെ there is a chance for collision അല്ലേ? So that is von Neumann architecture. Von Neumann architecture മറന്നു പോയില്ലല്ലോ. സിമ്പിൾ ആണ്. നമ്മുടെ എന്താണ് ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ്, എവറിത്തിങ് is there, but only difference is that here both the data and the memories are in the same. Sorry, data and instructions are in the same memory, so we cannot simultaneously access the data and the instructions അല്ലേ? അതാണ് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ദെൻ അത് ഓവർകം ചെയ്തിട്ട് another ആർക്കിടെക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഹാവാർഡ് ആർക്കിടെക്ചർ. ഹാവാർഡ് ആർക്കിടെക്ചർ വേറൊരു സയന്റിസ്റ്റ് ആണ്. ഹാവാർഡ് ആർക്കിടെക്ചർ ഹിയർ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും അല്ലേ? ഹിയർ ഇൻ ഹാവാർഡ് ആർക്കിടെക്ചർ ഇറ്റ് is store the machine instruction and data in the separate memory unit, and also it is with different buses. For instruction we are using separate bus, and for data we are using separate bus. Okay, so that is Harvard architecture. Everything is there, components ella ivide thanne undu, control unit is there, ALU is there, input output units is there, and here memory, in case of memory, instruction memory and data memories are in a separate location. That means both the instructions and the data are stored in a separate locations, and buses are also. For accessing instructions we will use separate bus, and for accessing data we will use separate bus. Okay, so അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ ഉണ്ടാവാം? പറഞ്ഞോളൂ, എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ ഉണ്ടാക്കാം if you are using separate memory and separate instruction memory and separate data memory? What are all the advantages? എന്തൊക്കെ അഡ്വാൻറ്റേജസുകൾ നമുക്ക് കിട്ടുക? നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തൂടെ? പറയാൻ പറ്റുമോ? എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ്? ബോട്ടിൽ നെക്ക് ഉണ്ടാവില്ല. ശരി, ബോട്ടിൽ നെക്ക് ഉണ്ടാവില്ല. ദെൻ കൊളീഷൻ ഉണ്ടാവില്ല. സൈമൾട്ടേനിയസ് ആയിട്ട് ആക്സസ് ചെയ്തൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസിനും ഡാറ്റയും അല്ലേ? ഓക്കെ, അതാണ് കമ്പ്യൂട്ടർ ഡിസൈൻ വിത്ത് ഹാർവാർഡ് ആർക്കിടെക്ചേഴ്സ് ആർ ഏബിൾ ടു റൺ പ്രോഗ്രാം ആൻഡ് ആക്സസ് ഡാറ്റ ഇൻഡിപെൻഡന്റ്ലി simultaneously, because both the instruction memory and data memories are separate അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? we can access
ഇൻസ്ട്രക്ഷൻ അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്ത് റൺ ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡാറ്റാസ് ഫെച്ച് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഇനി ദിസ് ഈസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, ദിസ് വൺ ഈസ് ഹാർവാർഡ് ആർക്കിടെക്ചർ. അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് തരാൻ പറ്റുമോ? ഇതിന്റെ ഡിഫറൻസുകൾ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ? നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാം. നമ്മളല്ലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് 2 അവറല്ലേ എടുക്കണ്ടേ, അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാം. പറഞ്ഞോളൂ, എന്താണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ? ഇവിടെ ഫിഗർ ഉണ്ട്, എല്ലാം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഡിഫറൻസ്? ആർക്കാ പറയാൻ പറ്റുമോ? നന്ദിതക്ക് പറയാൻ പറ്റുമോ? നന്ദിത പി. ആർക്കിത് പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടല്ലേ, ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഹലോ, പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. സർ, ഹാർവാർഡ് ആർക്കിടെക്ചറിൽ എന്താ പറയാ, ലിമിറ്റേഷൻസ് കുറവാണ്. ഡാറ്റ ട്രാൻസാക്ഷന്റെ ലിമിറ്റേഷൻസ്. ഇതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് പറഞ്ഞോളൂ, ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെയും ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെയും. ഹാർവാർഡ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഇത് ബോട്ടിൽ നെക്കിന്റെ ഇഷ്യൂ ഹാർവാർഡ് ആർക്കിടെക്ചറിൽ ഉണ്ടാവില്ല. വേറെ എന്നാ സൈമൾട്ടേനിയസ് ആയിട്ട് പോയിന്റ് ആയിട്ട് വരാം. സൈമൾട്ടേനിയസ് ആയിട്ട് പ്രോഗ്രാം ആക്സസും പിന്നെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഏതിന്റെ കേസില്? ഹാർവാർഡില്. ഹിയർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പറ്റൂല. പിന്നെ നമുക്ക് നോക്കാം അല്ലേ, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഇൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ കേസിലാണെങ്കിൽ വി വിൽ ഷെയർ എ സിംഗിൾ കോമൺ ബസ് ഫോർ ബോത്ത് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ, അല്ലെ? ഡാറ്റ ഇൻസ്ട്രക്ഷൻസും ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വി വിൽ ഷെയർ എ സിംഗിൾ കോമൺ ബസ്. ബട്ട് ഹിയർ ഇൻ ദ കേസ് ഓഫ് ഹാർവാർഡ് ആർക്കിടെക്ചർ എന്താണ്? ബിക്കോസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെമ്മറീസ് ആർ സെപ്പറേറ്റ്, അല്ലെ? അതുകൊണ്ട് വി വിൽ യൂസ് സെപ്പറേറ്റ് ബസ്സസ് ഫോർ ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് ഡാറ്റ ഫെച്ചിങ്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. പൈപ്പ് ലൈനിങ്ങിന്റെ കേസിൽ നമുക്ക് കൂടുതലായിട്ട് പറയും. ഇതിപ്പോ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഈസിയർ ടു പൈപ്പ് ലൈൻ, സോ ഹൈ പെർഫോമൻസ് ക്യാൻ അച്ചീവ്. ഹാർവാർഡിന്റെ ആർക്കിടെക്ചറിന്റെ കേസിൽ ഹൈ പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ കേസിലാണെങ്കിൽ കമ്പയർഡ് ടു ഹാർവാർഡ് ആർക്കിടെക്ചർ എന്താണ്, പെർഫോമൻസ് എന്താണ്, ലോ ആണ്. ഓക്കെ, and അതുപോലെ തന്നെ ഹിയർ നമ്മൾ സെപ്പറേറ്റ് കോമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സ്റ്റോറിങ് instruction and for storing data and for transferring these data and instruction. We are using separate components, is it? So comparatively എന്തായിരിക്കും? കോസ്റ്റ് ഹൈ ആയിരിക്കും. ഹിയർ എന്താണ്? കോസ്റ്റ് ചീപ്പർ. Okay, here in Harvard architecture എന്താണ്? Data and memory program are stored physically in different location. So accident ആയിട്ട് കറപ്ഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറപ്ഷനൊന്നും ചാൻസ് ഇല്ല. കാരണം എന്താണ്? ഹാർവാർഡ് ആർക്കിടെക്ചർ ബോത്ത് ഡാറ്റാസ് ആൻഡ് മെമ്മറീസ് ആർ സ്റ്റോർഡ് ഇൻ എ സെപ്പറേറ്റ് ഫിസിക്കൽ ലൊക്കേഷൻസ്. അപ്പോൾ മോഡിഫിക്കേഷൻ ഒന്നും സാധ്യതയില്ല. നേരത്തെ പറഞ്ഞ പോലെ കൊളീഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെ? കാരണം എന്താണ്? ബോത്ത് ആർ സ്റ്റോർഡ് ഇൻ എ സെപ്പറേറ്റ് ഫിസിക്കൽ ലൊക്കേഷൻ. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ലൊക്കേഷനിലാണ് ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മോഡിഫിക്കേഷൻസോ അതുപോലെ എക്സ്റ്റെൻഡൽ കറപ്ഷനും പ്രോഗ്രാം മെമ്മറിയിലെ കറപ്ഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ബട്ട് ഹിയർ ഇൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ കേസിലാണെങ്കിൽ ദർ ഈസ് എ ചാൻസ്, ബിക്കോസ് ബോത്ത് ദ ഡാറ്റാസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി, അല്ലെ? അതാണ് ഇവിടെ കൊടുത്തത്. ആക്സിഡന്റൽ കറപ്ഷൻ ഓഫ് പ്രോഗ്രാം മെമ്മറി മേ occur if data memory and program memory are stored physically in the same. So these are the differences between വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ. മനസ്സിലായോ? ഇനി ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, അല്ലെ? ബേസിക് കോമ്പോണൻസുകളും ദെൻ ബസ്സസ്, ദെൻ ഡിഫറെന്റ് ആർക്കിടെക്ചർ, വോൺ ന്യൂമാൻ ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും? ഓക്കെ, ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ നെയിം സ്പേസ് റോൾ നമ്പർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ.
നെയിം സ്പേസ് റോൾ നമ്പർ. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാനുണ്ട്. അഭിനവ് ശെൽവരാജ് അല്ലേ? തുളസി, സെവിൻ, അർപ്പിത്, മുഹമ്മദ്, നന്ദിത, സഫീൽ, ഫസ്ന. ഇത്ര പേരല്ലേ ഉള്ളൂ അല്ലേ? മുഹമ്മദ്, ഫതേഹ്. മെക്കാനിക്കലിലെ ഒരു കുട്ടിയാണോ ഉള്ളത്? ഒരാളാണോ? സമയുണ്ട് മുഹമ്മദ് സമ. ഓക്കെ നെറ്റ് ടൈപ്പ് ചെയ്താണ്. ഓക്കെ ഓക്കെ ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സാർ റാസ് ഇതിലുണ്ട്, ടൈപ്പ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്താ റീസൺ എന്ന് അവനോടൊന്ന് ചോദിച്ചിട്ട് ഇൻഫോം ചെയ്യാൻ പറയണം കേട്ടോ.